നമസ്കാരം. ഹിമാചൽ പ്രദേശിൽ അയോഗ്യരാക്കപ്പെട്ട 6 കോൺഗ്രസ് MLA-മാർ അടക്കം 11 പേർ ഇന്ന് BJP ഭരിക്കുന്ന ഉത്തരാഖണ്ഡിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ ദേശീയ മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്യുന്നത്. ഇന്ന് രാവിലെയാണ് ഹരിയാന നമ്പർ പ്ലേറ്റിലുള്ള ബസ്സിൽ ഇവർ താജ് ഹോട്ടലിലേക്ക് എത്തിയിരിക്കുന്നത്. അയോഗ്യരാക്കപ്പെട്ട 6 കോൺഗ്രസ് MLA-മാർക്ക് പുറമെ 3 സ്വതന്ത്രർ ഉൾപ്പെടെയാണ് 11 പേർ ഹിമാചൽ പ്രദേശിൽ നിന്നും ഈ BJP കോട്ടയിലേക്ക് എത്തിയിരിക്കുന്നത്. ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയായ സുഖ്വീന്ദർ സുഖു ദില്ലിയിലെത്തി ഉന്നത കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി 2 ദിവസം പിന്നിടുമ്പോഴാണ് ഈ അപ്രതീക്ഷിതമായ രാഷ്ട്രീയ നീക്കം സംസ്ഥാനത്ത് നടന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ നിലവിലെ രാഷ്ട്രീയ സ്ഥിതിയെക്കുറിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കും വേണ്ടിയാണ് സുഖ്വീന്ദർ സിംഗ് സുഖു ദില്ലിയിൽ എത്തിയിരുന്നത്. അയോഗ്യരാക്കപ്പെട്ടവരെ തിരിച്ചെടുക്കുമോ എന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അവർ തെറ്റുതിരുത്തി തിരികെ വരികയാണെങ്കിൽ ഒരവസരം കൂടി നൽകുമെന്നായിരുന്നു സുഖു പറഞ്ഞ മറുപടി. എന്തായാലും രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ചെയ്തതിന് പിന്നാലെയാണ് 6 MLA-മാരെ കോൺഗ്രസ് അയോഗ്യരാക്കിയത്. കോൺഗ്രസിലെ 6 MLA-മാരും 3 സ്വതന്ത്രരും BJPയുടെ ഹർഷ മഹാജന് വോട്ട് ചെയ്തതോടുകൂടിയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ അഭിഷേക് മൻ സിംഗ്വി അപ്രതീക്ഷിത തോൽവി അവിടെ നേരിട്ടത്. ഇരു സ്ഥാനാർത്ഥികൾക്ക് 34 വോട്ട് വെച്ച് ലഭിച്ചതോടെ നടത്തിയ നറുക്കെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥി വിജയിക്കുകയായിരുന്നു. എന്തായാലും ഇവരിപ്പോൾ എത്തിയിരിക്കുന്നത് ഉത്തരാഖണ്ഡിലേക്കാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. തീർച്ചയായും ഹിമാചൽ പ്രദേശിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയ്ക്ക് ഒരു അവസാനം ഉണ്ടായിട്ടില്ല എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചന തന്നെയാണ് MLA-മാരുടെ ഉത്തരാഖണ്ഡിലേക്കുള്ള വരവ് നൽകുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട സൂചനകൾ തന്നെയാണ് ദേശീയ മാധ്യമങ്ങളെല്ലാം പങ്കുവെക്കുന്നത്. ഇവർ ഒന്നിച്ച് ഒരു കൂട്ടമായി തന്നെയാണ് ബസ്സിൽ ഈ ഉത്തരാഖണ്ഡിലേക്ക് എത്തിയിരിക്കുന്നത്. 11 പേർ ഒന്നിച്ച്, അതും ഹിമാചൽ പ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കൾ ഒന്നിച്ച് ഉത്തരാഖണ്ഡിൽ എത്തിയിരിക്കുന്നു. ഹരിയാന നമ്പർ പ്ലേറ്റിലുള്ള ഒരു ബസ്സിലാണ് ഇവർ എത്തിയതെന്ന് കൂടി ദേശീയ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. തീർച്ചയായും വരും മണിക്കൂറുകളിൽ ഹിമാചൽ പ്രദേശിൽ അപ്രതീക്ഷിതമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് BJPയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന. ന്യൂസ് ഡെസ്ക് മലയാളം.